ഹായ് ഫ്രണ്ട്സ്, പരീക്ഷ അടുത്ത് തുടങ്ങിയിട്ടുണ്ട്. വളരെ കുറച്ച് ദിവസമേ പരീക്ഷയ്ക്കുള്ളൂ. അപ്പോൾ നല്ല ഉഷാറായിട്ട് പഠിക്കുക, നന്നായി പഠിക്കുക, വളരെ എനർജറ്റിക് ആയിട്ട് പഠിക്കുക, മടി പിടിക്കരുത്. ഇപ്പോൾ നല്ല മാർക്ക് കിട്ടും. നല്ല ഉഷാറായിട്ട് പഠിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് ക്യാഷ് ബുക്കാണ്. ക്യാഷ് ബുക്ക് പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ബുക്കാണ് ക്യാഷ് ബുക്ക് എന്ന് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞു. ക്യാഷ് ബുക്ക് പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് പ്രധാനമായിട്ട് മൂന്നെണ്ണമാണ്. ഒന്ന് സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. ഒന്നെന്താണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, അല്ലെങ്കിൽ അതിനെ പറയുന്ന മറ്റൊരു പേരാണ് സിമ്പിൾ ക്യാഷ് ബുക്ക്. അതിനെ പറയുന്ന മറ്റൊരു പേരാണ് സിമ്പിൾ ക്യാഷ് ബുക്ക്. സിംഗിൾ കോളം ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ സിമ്പിൾ ക്യാഷ് ബുക്ക്. രണ്ടാമത്തതാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. മൂന്നാമത്തതാണ് പെറ്റി ക്യാഷ് ബുക്ക്. ഇതൊരു സെപ്പറേറ്റ് ചെയ്ത് പറയാം. ക്യാഷ് ബുക്ക് പ്രധാനമായിട്ട് സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, അല്ലെങ്കിൽ അതിനെ പറയുന്ന മറ്റൊരു പേരാണ് സിമ്പിൾ ക്യാഷ് ബുക്ക്. അതിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. അതിൽ ഒറ്റ ക്യാഷിന്റെ എമൗണ്ടിന്റെ ഒരു കോളം മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. സിംഗിൾ ഒറ്റ കോളം, അതായത് ക്യാഷിന്റെ ഒരു കോളം മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ആലോചിച്ചാൽ മതി. സിംഗിൾ ആണ്, അപ്പോൾ ക്യാഷിന്റെ കോളം മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി കോളങ്ങളുണ്ട്, പക്ഷെ ക്യാഷിനെ ബേസ് ചെയ്തിട്ട്. പിന്നെ അതാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ സിമ്പിൾ ക്യാഷ് ബുക്ക്. രണ്ടാമതാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ ക്യാഷിനൊരു കോളം ഉണ്ടായിരിക്കും, ബാങ്കിനൊരു കോളം ഉണ്ടായിരിക്കും. അതിന് ഡബിൾ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം. അപ്പോൾ അതൊക്കെ സിംഗിൾ ക്യാഷ് ബുക്കിന്റെ ഒരു കോളം ഉണ്ടായിരിക്കും, ബാങ്കിന്റെ ഒരു കോളം ഉണ്ടായിരിക്കും. അതൊരു ഡബിൾ കോളം ക്യാഷ് ബുക്ക്. മൂന്നാമത്താണ് പെറ്റി ക്യാഷ് ബുക്ക്. പെറ്റി ക്യാഷ് ബുക്ക് കുറച്ച് കോളങ്ങൾ ഉണ്ടായിരിക്കും, അത് പറയാം. ഓക്കെ, ശ്രദ്ധിക്കാം. ഈ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ സിമ്പിൾ ക്യാഷ് ബുക്ക് 5 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സിമ്പിൾ ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് 5 മാർക്കിന് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പൊ ശ്രദ്ധിക്കുക, അതിൽ പ്രധാനമായിട്ട് അത് ആദ്യം എങ്ങനെ വരയ്ക്കുക, അതിന്റെ ഫോർമാറ്റ് എന്താണെന്നുള്ളത് ആദ്യം ഒന്ന് പഠിച്ചു വെക്കാം. ശ്രദ്ധിക്കാം, ആദ്യം മേലെ ഫസ്റ്റ് കോളം ഡേറ്റ്. ഫസ്റ്റ് കോളം എന്താണ്? ഡേറ്റ്. പിന്നെ രണ്ടാമത്തെ കോളം റെസീപ്റ്റ്. റെസീപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരവ്, നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുന്ന പണം, അതാണ് റെസീപ്റ്റ്. പിന്നെ റെസീപ്റ്റ് നമ്പർ. ഓരോ റെസിപ്റ്റിന് ഓരോ നമ്പർ ഉണ്ടായിരിക്കും. ആ നമ്പറിന് ഒരു കോളം വേണം. പിന്നെ ലെഡ്ജർ ഫോളിയോന്റെ നമ്പർ, LFന്റെ കോളം. അപ്പൊ ഒന്നുകൂടി പറയാം. പിന്നെ എമൗണ്ടിന്റെ കോളം. ഈ ഏരിയ ഒന്നുകൂടി പറയാം. ഇത് ഡെബിറ്റ് സൈഡിലാണ് വരുന്നത്. അതവിടെ മേലെ DR എന്ന് കൊടുത്തിട്ട് ഡെബിറ്റിന് സൂചിപ്പിക്കുന്നു. ഡേറ്റ്, റെസിപ്റ്റ്, റെസിപ്റ്റ് നമ്പർ, LF നമ്പർ, എമൗണ്ട്. ഡേറ്റ്, റെസിപ്റ്റ്, RN എന്ന് പറഞ്ഞാൽ റെസിപ്റ്റ് നമ്പർ. LF മുന്നേ പഠിച്ചിട്ടുള്ളതാണ്, ലെഡ്ജർ ഫോളിയോന്റെ കോളം. പിന്നെ ലാസ്റ്റ് കോളം എമൗണ്ട്. ഒന്നുകൂടി പറയാം. ഡേറ്റ്, റെസിപ്റ്റ്, റെസിപ്റ്റ് നമ്പർ, ലെഡ്ജർ ഫോളിയോന്റെ നമ്പർ, എമൗണ്ട്. അതേപോലെ അപ്പുറത്ത് വരുന്നതാണ് ഡേറ്റ്, പേയ്മെന്റ്. പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ അടവ്. പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അടവ്. നമ്മൾ അടയ്ക്കുന്ന പൈസയാണ് പേയ്മെന്റ്. പേയ്മെന്റ്, വൗച്ചർ നമ്പർ. VN എന്നാണ് പറയുന്നത്. VN വൗച്ചർ നമ്പർ. പിന്നെ LFന്റെ കോളം, എമൗണ്ടിന്റെ കോളം. ഈ കോളം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം പഠിക്കണം. ഈ സൈഡ് എന്താ വരിക? ക്രെഡിറ്റ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഏതാണ്? ചെലവിന്റെ സൈഡാണ്. ഏതാണ്? ചെലവ്. ഇതേതാണ്? വരവ്. വളരെ എളുപ്പത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്, ഡെബിറ്റ് സൈഡിൽ എല്ലാ വരവുകളും, റെസിപ്റ്റുകളും. സിമ്പിൾ കോളം ക്യാഷ് ബുക്ക് തയ്യാറാക്കുമ്പോൾ ഡെബിറ്റ് സൈഡിൽ എല്ലാ റെസിപ്റ്റുകളും, എല്ലാ വരവുകളും, ക്രെഡിറ്റ് സൈഡിൽ എല്ലാ പേയ്മെന്റുകളും, എല്ലാ ചെലവുകളും രേഖപ്പെടുത്തുന്നു. ആ കോളം ഒന്ന് ശ്രദ്ധിക്കാം. ഡേറ്റ്, റെസിപ്റ്റ്, RN കോളം, LFന്റെ കോളം, എമൗണ്ടിന്റെ കോളം. പിന്നെ ഡേറ്റ്, പേയ്മെന്റ്. അവിടെ ചെറിയ മാറ്റം. ഇവിടെ വൗച്ചർ നമ്പറിന്റെ കോളം വരിക VN. പിന്നെ LF, എമൗണ്ട്. അതൊന്ന് വരയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. 5 മാർക്കിന്റെ ചോദ്യത്തിൽ 1 മാർക്ക് ഈ വരയ്ക്കുന്നതിനുള്ളതാണ്. അപ്പൊ അത് നിർബന്ധമായിട്ട് പഠിക്കാം. ഇനി നമുക്കൊരു പ്രോബ്ലം, കുറച്ച് ഐറ്റംസുകൾ വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോവാണ്. Record the transaction in single column cash book or simple cash book. ഈ താഴെ തന്നിട്ടുള്ള ഈ ട്രാൻസാക്ഷൻ സിംഗിൾ ക്യാഷ് ബുക്കിലേക്ക് അല്ലെങ്കിൽ സിമ്പിൾ ക്യാഷ് ബുക്കിലേക്ക് എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. നോക്കാം. ചോദ്യം ഇതാണ്: മോഹൻ കമൻസ് ബിസിനസ് വിത്ത് ക്യാഷ് ₹20,000, 20 lakh, 2,000, എന്ത് വേണമെങ്കിലും പറയാം. 2,000 രൂപ, 20 രൂപ, 20 ലക്ഷം, 20 കോടി. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെ വെച്ചാൽ എടുക്കാം. ഞാൻ ചെറിയ എമൗണ്ടാണ് കൊടുത്തിട്ടുള്ളത്. മോഹൻ കമൻസ് ബിസിനസ് വിത്ത് ക്യാഷ് ₹20, 20 രൂപയ്ക്ക് ബിസിനസ് തുടങ്ങി. എന്താ തുടങ്ങിയിട്ടുള്ളത്? 2014 മാർച്ച് 1-ാം തീയതിയാണ്. ഇത് ബിസിനസിനെ സംബന്ധിച്ച് എന്താണ്? വരവാണ്. ബിസിനസിനെ സംബന്ധിച്ച് ബിസിനസ്സിലേക്ക് എന്ത് വന്നതാണ്? ക്യാപിറ്റൽ വന്നതാണ്.
അപ്പോൾ സിമ്പിൾ കോളം ക്യാഷ് ബുക്കിൽ എന്ത് വരവ് വന്നാലും നമ്മൾ എവിടെ എഴുതി കൊടുക്കുക? റിസിപ്റ്റ് സൈഡിലാണ് എഴുതി കൊടുക്കുക. അപ്പൊ ട്രാൻസാക്ഷൻ വായിക്കും, എക്സാം ടൈം നമുക്ക് ഇത് വായിച്ച് ഒരുപാട് സമയം ഉണ്ടാവില്ല. അപ്പൊ പെട്ടെന്ന് തന്നെ ചോദ്യം വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മെമ്മറിയിലേക്ക് പെട്ടെന്ന് മോൻ കമൻസ് ബിസിനസ്, അപ്പൊ റെസിപ്റ്റ് ആണ്, ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു, അപ്പൊ എവിടെ വരും? ഡെബിറ്റ് സൈഡിൽ റെസിപ്റ്റിന്റെ കോളത്തിൽ എന്ത് എഴുതുക? ആ ക്യാഷിന്റെ എമൗണ്ട് എത്ര? ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് എത്ര രൂപ എഴുതണം? ക്യാഷിന്റെ കോളം കൂടെ ഉണ്ടാവും, അവിടെ 20 രൂപ എഴുതാം. ശ്രദ്ധിക്കുക. അപ്പൊ മോഹൻ കമൻസ് ബിസിനസ്, അപ്പൊ എത്ര? എന്താ ഡേറ്റ്? ഏത് ഡേറ്റാ വന്നുള്ളത്? അതിന് ഡേറ്റിന്റെ കോളം ഫില്ല് ചെയ്യണം. ഡേറ്റ് എത്രയാണ്? 2014 മാർച്ച് 1. അപ്പൊ ഡേറ്റിൽ നമ്മൾ എന്ത് എഴുതും? 2014 മാർച്ച് 1 മോഹൻ കമൻസ് ബിസിനസ്. അപ്പൊ ബിസിനസ്സിലേക്ക് എന്ത് വന്നതാ? പണം വന്നതാണ്. എത്ര രൂപ? അപ്പൊ അവിടെ എന്ത് ചെയ്യും? ക്യാപിറ്റൽ വരവാണത്, റെസിപ്റ്റ് വരവാണ്. എത്ര രൂപയാണ് വന്നിട്ടുള്ളത്? 20 രൂപ. ആ 20 രൂപ എഴുതി കൊടുത്ത് ആ ട്രാൻസാക്ഷൻ ആയി. അടുത്ത് നോക്കുക, ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് തുറന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മളെ കയ്യിൽ നിന്ന് പൈസ പോയതാണ്, ചെലവാണ്. അപ്പൊ എവിടേക്ക് പോവത്? അത് ഇവിടെ എഴുതി. എന്ത് പറഞ്ഞിട്ടാണ് എഴുതുക? ബാങ്ക്. വേറെ ഒന്നും എഴുതാനേ അതില്. ബാങ്ക്. എത്ര ഡേറ്റ് ഏതാണ്? അത് 2-ാം തീയതിയാണ്. 2014 മാർച്ച് 2-ാം തീയതി. മാർച്ച് 2-ാം തീയതി എത്ര രൂപയാണ് വന്നിട്ടുള്ളത്? 50 രൂപ. ട്രാൻസാക്ഷൻ നോക്കുക. നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുന്ന വരവുകളൊക്കെ അപ്പൊ അത് വായിക്കുമ്പോൾ അതിന്റെ മലയാളം കൊടുത്തിട്ടുണ്ടാവും അടുത്ത്. അപ്പോൾ കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മുടെ പെട്ടെന്ന് കണ്ട മോഹൻ കമേഴ്സ് ബിസിനസ്, അപ്പൊ ബിസിനസ്സിലേക്ക് പൈസ വന്നതാണ്. അപ്പൊ റെസിപ്റ്റ് ആണ്. അപ്പൊ നമ്മളവിടെ അതിനെ എന്ത് പറയുന്നത്? ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടാണ് ആ എമൗണ്ട് കാണിക്കുക. അപ്പൊ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് എന്ത് കാണിക്കുക? 20 രൂപ എന്ന് കാണിക്കുക. ഓക്കെ. അതേപോലെ തന്നെ ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട് തുറന്നു വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ബാങ്കിലേക്ക് പോയതാണ്, ചെലവാണ്. അപ്പൊ ബാങ്ക് എമൗണ്ട്. അപ്പൊ വരവ് ചെലവ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ട്രാൻസാക്ഷൻ പെട്ടെന്ന് ഇത് കുറെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടി ആലോചിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ക്ലിക്ക് ആക്കാൻ പറ്റും. ഓക്കെ. അടുത്ത ട്രാൻസാക്ഷൻ ശ്രദ്ധിക്കുക. അതേ പ്രോബ്ലം തന്നെയാണ്. അതിന്റെ ഓരോ ട്രാൻസാക്ഷൻസ് വെച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ശ്രദ്ധിക്കുക, പർച്ചേസ് ഗൂഡ്സ് ഫോർ ക്യാഷ്. പർച്ചേസ് പറഞ്ഞാൽ എന്താ? പർച്ചേസ് ഗൂഡ്സ് ഫോർ ക്യാഷ്, ചെലവാണ്. അപ്പോ പർച്ചേസ്, ആ പർച്ചേസ് പറഞ്ഞാൽ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് പർച്ചേസ് എന്ന് പറയാം. അപ്പൊ പർച്ചേസ് പറഞ്ഞാൽ ചെലവാണ്. അപ്പോൾ എന്ത് ചെയ്യുക? പർച്ചേസിന് എഴുതി കൊടുക്കുക. ഏതാ ഡേറ്റ്? 4-ാം തീയതിയാണ്. 4-ാം തീയതി എന്ത് ചെയ്യും? പർച്ചേസ് എഴുതി കൊടുക്കും. എത്ര രൂപ പോയിട്ടുള്ളത്? പർച്ചേസ് പറഞ്ഞാൽ എത്ര രൂപയ്ക്ക് വാങ്ങിച്ചത്? 41 രൂപ സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വാങ്ങിച്ചിട്ടുണ്ട്. അടുത്ത ട്രാൻസാക്ഷൻ ബോട്ട് ഫർണിച്ചർ. ഫർണിച്ചർ എന്താണ്? ചെലവ്. നമ്മളെ കയ്യിൽ നിന്ന് പോയി? ക്യാഷ് പോയി, പൈസ ചെലവാണ്. അപ്പൊ എന്ത് ചെയ്യുക? ഏത് ഇനത്തിലാണ്? ഫർണിച്ചർ വാങ്ങിച്ച ഇനത്തിലാണ്. അപ്പൊ എന്ത് ചെയ്യും? ഏതാ ഡേറ്റ് എഴുതാം? 7-ാം തീയതി ഡേറ്റ് എഴുതാം. ഫർണിച്ചർ ആ ചെലവിന്റെ ഭാഗത്തിന് ഫർണിച്ചർ എത്ര രൂപയാണ് വന്നിട്ടുള്ളത്? 36 രൂപ എഴുതി കൊടുക്കുക. ഈസിയാണ്, വളരെ സിമ്പിൾ ആണ്. അപ്പൊ നോക്കുക, പർച്ചേസ് ഗൂഡ്സ് എന്ന് പറഞ്ഞാൽ പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ നിന്ന് പൈസ പോയി. അപ്പൊ അത് എവിടെ കാണിക്കണം? പേയ്മെന്റ് ചെലവിന്റെ സൈഡിൽ കാണിക്കണം. നമ്മുടെ കയ്യിലേക്ക് പൈസ വരുന്ന കേസുകളാണെങ്കിൽ അതെവിടെ വരും? റെസിപ്റ്റ് സൈഡിലേക്ക്. ഇത് കുറയാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഐഡിയകൾ കിട്ടും. ഏതൊക്കെയാണ് മിക്കവാറും ചെലവായിട്ട് വരിക, ഏതൊക്കെയാണ് വരവായിട്ട് വരിക എന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടും ഒരു 2-3 പ്രോബ്ലം ചെയ്യുമ്പോഴേക്കും. അടുത്ത ട്രാൻസാക്ഷൻ ശ്രദ്ധിക്കാം. സോൾഡ് ഗൂഡ്സ് ഫോർ ക്യാഷ് ₹24. വളരെ സിമ്പിൾ ആണ്. 24 രൂപയുടെ സാധനങ്ങൾ വിറ്റാത്ത സംഭവം ബിസിനസ്സിലേക്ക് പൈസ വരും. അപ്പൊ വരവാണ്. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യും? ആ ഡേറ്റ് എഴുതി വെക്കാം. 10-ാം തീയതി എന്താണ്? സോൾഡ് എന്ന് പറഞ്ഞാൽ വിറ്റു. അപ്പൊ സോൾഡ് എന്നവിടെ എഴുതി വെച്ചുകൊണ്ട് കണക്കിന് തെറ്റൊന്നും വരില്ല. പക്ഷെ നമ്മൾ പഠിക്കുന്ന കുട്ടികളാണെന്ന് പേപ്പർ നോക്കുന്നതാണ് ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മളോട് എന്ത് എഴുതും? സെയിൽസ് എന്നാണ് പറയാം. സോൾഡ് എന്ന് എഴുതി കഴിഞ്ഞാൽ കണക്കിന് തെറ്റ് വരില്ല. പക്ഷെ സെയിൽസ് എഴുതുമ്പോഴാണ് ഒന്നുകൂടി വൃത്തി. അപ്പൊ സെയിൽസ് എത്ര രൂപയുടെ സെയിൽസ് നടന്നിട്ടുള്ളത്? 24 രൂപയുടെ സെയിൽസ് നടന്നു. ആ ഡേറ്റ് എഴുതുക 10-ാം തീയതി. അതല്ല റിസീവ്ഡ് കമ്മീഷൻ കിട്ടി, വരവാണ്. അപ്പൊ എന്താണ്? റിസീവ്ഡ് കമ്മീഷൻ. ഏത് ഡേറ്റ് ഏതാണ്? 11-ാം തീയതി. അവിടെ എന്ത് ചെയ്യും? കമ്മീഷൻ എഴുതി കൊടുക്കും. കമ്മീഷൻ. ഓക്കെ. ഇതിന്റെ മലയാളം കൃത്യമായിട്ടുണ്ടായിരിക്കും. അപ്പൊ വായിച്ചു നോക്കണം പെട്ടെന്ന്. അപ്പൊ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. വരവുകളൊക്കെ റെസിപ്റ്റ് ഇവിടേക്ക് അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് വരവാണോ ചെലവാണോ എന്നൊരു ഐഡിയ കിട്ടും. 2-3 പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ ഒരു ഐഡിയ കിട്ടും. അത് അപ്പൊ റെസിപ്റ്റുകൾ മിക്കവാറും ഇവിടെ ഈ സൈഡിലേക്ക് വരുന്ന ഒക്കെ എന്തായിരിക്കും? സെയിൽസ്, റിസീവ്ഡ് കമ്മീഷൻ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കൂടുതൽ വരിക. ക്യാപിറ്റൽ, ബാലൻസ് ബോട്ട് ഡൗൺ, ഇന്നത്തെ ബാലൻസ് ഉണ്ടെങ്കിൽ ആ പണം, അതൊക്കെയാണ് ഇവിടെ വരിക. ഈ സൈഡിൽ വരിക, റെസിപ്റ്റ് സൈഡിൽ. അപ്പൊ എല്ലാ വരവുകളും റെസിപ്റ്റ് സൈഡിൽ വരും. എല്ലാ ചെലവുകളും എവിടെ വരും? പേയ്മെന്റ് സൈഡിൽ വരും. അപ്പൊ ഇവിടെ നോക്കുക, സെയിൽസ് എത്ര വന്നിട്ടുണ്ടായിരുന്നത്? 24. കമ്മീഷൻ എത്രയാണ്? 30 രൂപ കമ്മീഷൻ. ഓക്കെ. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഇനിയും ട്രാൻസാക്ഷൻസ് ഇഷ്ടംപോലെ എഴുതാം. പക്ഷെ ഇതിപ്പോ നമ്മളിവിടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? സാധാരണ ചെയ്യണ പോലെ ലെഡ്ജറൊക്കെ ബാലൻസ് ചെയ്യണ പോലെ ഇത് എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്യാം. എന്താ ബാലൻസിങ് പറയാം. ഓക്കെ. അപ്പൊ ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യും? ബാലൻസ് ചെയ്യണം. അപ്പൊ എല്ലാ അക്കൗണ്ട്സുകളും ലാസ്റ്റ് ബാലൻസ് ചെയ്യേണ്ടതാണ്. ഓക്കെ. ശ്രദ്ധിക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ബാലൻസ് ചെയ്യാണ്. അപ്പോൾ ഡെബിറ്റ് സൈഡ് കൂട്ടി നോക്കണം, ക്രെഡിറ്റ് സൈഡ് കൂട്ടി നോക്കണം.
കൂടിയ ഭാഗത്തെ തുകയിൽ നിന്നും കുറഞ്ഞ ഭാഗത്തെ തുക കുറച്ച് കുറഞ്ഞ ഭാഗത്തെ സൈഡിൽ ആ റിസൾട്ട് എഴുതി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബേജാറൊന്നും ആവണ്ട, ശ്രദ്ധിക്കാം. ആദ്യം നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ ബിസിനസ്സിലേക്ക് വരുന്ന വരവുകൾ, അപ്പോൾ ബിസിനസ്സിലേക്ക് പൈസ വന്നു, ക്യാപിറ്റൽ എവിടെ വന്നു, റിസീപ്റ്റ് സൈഡിൽ വന്നു. ബിസിനസ്സിന് ബാങ്കിൽ എന്ത് ചെയ്തു, അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, അപ്പോൾ അതെന്താണ്, ചെലവാണ്. ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എമൗണ്ട് കാണിച്ചു. പിന്നെ എന്താണ്, ബിസിനസ് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു, സാധനങ്ങൾ വാങ്ങിച്ചു, അപ്പോൾ അതെന്താണ്, ചെലവാണ്. അത് ക്രെഡിറ്റ് സൈഡിൽ വന്നു. പിന്നെന്താ, ഫർണിച്ചർ വാങ്ങിച്ചു, അതെന്താണ്, ചെലവാണ്. അത് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചു. ഇപ്പൊ സെയിൽസ് ഉണ്ടായിരുന്നു, സെയിൽസ് സാധനങ്ങൾ വിറ്റപ്പോൾ നമുക്ക് ബിസിനസ്സിലേക്ക് പൈസ വന്നു. എത്ര രൂപ വന്നു, 24 രൂപ. അത് സെയിൽസ് പറഞ്ഞ് കാണിച്ചു. പിന്നെ കമ്മീഷൻ റിസീവ്ഡ്, കമ്മീഷൻ കിട്ടി, ബിസിനസ്സിന് കമ്മീഷൻ കിട്ടി, അപ്പോൾ അത് അവിടെ റിസീപ്റ്റ് സൈഡിൽ കാണിച്ചു 30. ഇനി ഇത് എന്ത് ചെയ്യണം, ഇത് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം, അതിന്റെ ഡെബിറ്റ് സൈഡെല്ലാം കൂടി കൂട്ടുക 20, 24, 30. അപ്പൊ നമുക്ക് അത് കിട്ടും 20, 74 രൂപ അല്ലെങ്കിൽ. അപ്പൊ ഡെബിറ്റ് സൈഡ് എത്രയാണ്, 74. അപ്പൊ അത് കാൽക്കുലേറ്ററിലായിരിക്കും, നിങ്ങൾ അടിച്ചു നോക്കുക. ഡെബിറ്റ് സൈഡിൽ എത്രയാണ്, 74. ഇനി ക്രെഡിറ്റ് സൈഡ് കൂട്ടി നോക്കാം. ക്രെഡിറ്റ് സൈഡ് എത്ര, 50, 41, 127 കിട്ടും. ഓക്കെ, 50 പ്ലസ് 41 പ്ലസ് 36, 127 കൂട്ടി നോക്കുക. അപ്പോ ഇപ്പോ ഡെബിറ്റ് സൈഡ് നമുക്ക് കിട്ടിയ തുക എത്രയാണ്, 74. ഡെബിറ്റ് സൈഡ് എത്രയാണ്, 74. ക്രെഡിറ്റ് സൈഡ് എത്ര വരുന്നത്, 127. 127 ക്രെഡിറ്റ് സൈഡ് വരുന്നത്. അപ്പോൾ കൂടിയ ഭാഗത്ത് തുക ഏതാണ്, ക്രെഡിറ്റ് സൈഡ് എമൗണ്ട് ആണ് ഇവിടെ കൂടിയുള്ളത്. അത് രണ്ട് സൈഡിൽ എഴുതി കൊടുക്കണം. ക്രെഡിറ്റ് സൈഡ് കൂട്ടി നോക്കി നമുക്ക് കിട്ടിയത് എത്രയാണ്, ഡെബിറ്റ് സൈഡ് കൂട്ടി നോക്കിയ എമൗണ്ട് 74 ആയിരുന്നു. ക്രെഡിറ്റ് സൈഡ് കൂട്ടി നോക്കിയപ്പോൾ നമുക്ക് എത്ര കിട്ടി, 127 കിട്ടി. ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്, കൂടിയ ഭാഗത്തെ തുക രണ്ട് ഭാഗത്ത് എഴുതി കൊടുക്കണം. കൂടിയ ഭാഗത്ത് തുക എത്രയായിരുന്നു, 127 ആയിരുന്നു. അത് രണ്ട് ഭാഗത്ത് എഴുതി കൊടുത്തു. ഇനി കൂടിയ ഭാഗത്തെ തുകയിൽ നിന്നും കുറഞ്ഞ ഭാഗത്തെ തുക കുറച്ച് ഏതാണോ കുറഞ്ഞ ഭാഗം അവിടെ എഴുതി കൊടുക്കണം. ഓക്കെ, ഇവിടെ കുറഞ്ഞ ഭാഗം ഏതാണ്, ഡെബിറ്റ് സൈഡ് ആണ്. അപ്പൊ അവിടെ നമ്മൾ എഴുതേണ്ടത് എന്താണെന്ന് പറയാം, ബാലൻസ് ക്യാരി ഡൗൺ എന്നാണ് എഴുതുക. അത് മാസ അവസാനമാണ്, ഇവിടെ മാർച്ച് മാസമാണ്. അപ്പൊ 31 മാർച്ച് 3 14 നമ്മൾ എന്ത് ചെയ്യും, ബാലൻസ് ക്യാരി ഡൗൺ. ബാലൻസ് ക്യാരി ഡൗണിന്റെ സമയത്ത് നമ്മൾ എന്ത് കാണിക്കണം, 127 എത്ര, കുറഞ്ഞ ഭാഗത്തെ തുക എത്രയായിരുന്നു, 74. കുറഞ്ഞ തുക എത്രയാണ്, 74. അപ്പൊ 127 74 കുറയ്ക്കുക. 74 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും, 53. ആ 53 ആണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. പക്ഷേ 53 ആണ് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ എഴുതി കൊടുക്കുക, ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ശ്രദ്ധിക്കാം, ഈ ട്രാൻസാക്ഷൻ ഇപ്പൊ ഈ കണക്ക് കൂട്ടുന്നത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങളുടെ കയ്യിൽ കാൽക്കുലേറ്റർ ഉണ്ടായിരിക്കും. നമ്മൾ പറയണം ആ മെത്തേഡ് ഒന്ന് ശ്രദ്ധിക്കുക. ഡെബിറ്റ് സൈഡ് കൂട്ടി നോക്കുക, ക്രെഡിറ്റ് സൈഡ് കൂട്ടി നോക്കുക. മുന്നത്തെ ഇത് അറിയാം, പെട്ടെന്ന് മനസ്സിലാവാത്ത മുന്നത്തെ വീഡിയോ എടുത്ത് ചെക്ക് ചെയ്യുക. അതിൽ നമ്മൾ ഇതിനെപ്പറ്റി ബാലൻസിങ് കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതൊന്ന് നന്നായി ശ്രദ്ധിക്കുക. കൂടിയ ഭാഗത്തുകയിൽ നിന്നും കുറഞ്ഞ ഭാഗത്തുക കുറയ്ക്കുക. എന്നിട്ട് കുറഞ്ഞ ഭാഗം എവിടെ ഏതാണോ അവിടെ ആ ബാലൻസ് അമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക, എഴുതി കൊടുക്കുക. അതിന് നേരെ നമ്മൾ എന്ത് എഴുതുക, ബാലൻസ് ക്യാരി ഡൗൺ. എപ്പോഴാണ് അത് എഴുതേണ്ടത്, മാസത്തിന്റെ അവസാനം. ഈ തുക അടുത്ത മാസം 1-ാം തീയതി എന്ത് ചെയ്യണം, ബോട്ട് ഡൗൺ ചെയ്യണം. അപ്പൊ എത്രാം തീയതി, ആ ഡേറ്റ് ഇതാണ്, 1 ഏപ്രിൽ മാസം 14-ാം തീയതി എന്ത് ചെയ്യും, ബാലൻസ് ബോട്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ട് ആ എമൗണ്ട് അങ്ങോട്ട് എഴുതി കൊടുക്കുക. എത്രയും വരും, 53. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. 5 മാർക്കാണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ. നമ്മൾ ആ ചെയ്ത കാര്യങ്ങളൊന്നും ആലോചിക്കുക. കോളങ്ങൾ വരയ്ക്കുക, ഡേറ്റ്, റിസിപ്റ്റ് നമ്പർ, LFന്റെ കോളം, എമൗണ്ടിന്റെ കോളം, ഡേറ്റ്, പേയ്മെന്റ്, വൗച്ചർ നമ്പറിന്റെ കോളം, LFന്റെ കോളം, എമൗണ്ടിന്റെ കോളം. ഓക്കെ, പിന്നെ വരവുകളൊക്കെ റിസിപ്റ്റ് സൈഡിൽ എഴുതുക, ചെലവുകളൊക്കെ പേയ്മെന്റ് സൈഡിൽ എഴുതുക. വരവുകളൊക്കെ റിസിപ്റ്റ് സൈഡിൽ എഴുതുക, ചെലവുകളൊക്കെ പേയ്മെന്റ് സൈഡിൽ എഴുതുക. പിന്നെ ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. ഡെബിറ്റ് സൈഡ് കൂട്ടി നോക്കുക, ക്രെഡിറ്റ് സൈഡ് കൂട്ടി നോക്കുക. കൂടിയ ഭാഗത്ത് തുക രണ്ട് സൈഡിൽ എഴുതി കൊടുക്കുക. ബാലൻസിന്റെ അടിയിൽ ചെയ്തിട്ട് രണ്ട് സൈഡിൽ എഴുതി കൊടുക്കുക. കൂടിയ ഭാഗത്ത് തുകയിൽ നിന്നും കുറഞ്ഞ ഭാഗത്ത് തുക കുറയ്ക്കുക. കുറഞ്ഞ ഭാഗം ഇവിടെ ഡെബിറ്റ് സൈഡിലാണ്, ഡെബിറ്റ് സൈഡിൽ അവിടെ കുറഞ്ഞ ഭാഗം വന്നിട്ടുള്ളത്. അത് മാറി പറഞ്ഞു വരും. ഓക്കെ, കുറഞ്ഞ ആ ബാലൻസ് എമൗണ്ട് കുറഞ്ഞ ഭാഗം ഏതാണോ അവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്കൊരു എമൗണ്ട് കിട്ടും. അത് അടുത്ത മാസം 1-ാം തീയതിക്ക് നമ്മൾ എന്ത് ചെയ്യും, ബോട്ട് ഡൗൺ ചെയ്യും. ഓക്കെ, മനസ്സിലായിട്ടില്ലെങ്കിൽ വിളിക്കുക, ആ വീഡിയോസ് വീണ്ടും കാണുക. എന്ത് ചെയ്യുക, ഇത് ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഈ ചാനൽ. കാരണം ഇതിനി പാർട്ടായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വരും. അപ്പോൾ മനസ്സിലാവാത്ത ഈ ബാലൻസിംഗ് ഒക്കെ മുൻ വീഡിയോസ് എടുത്ത് ചെക്ക് ചെയ്ത് നല്ലതാണ്. അത് നന്നായി പഠിച്ചാൽ നന്നായിരിക്കും. ഇതൊക്കെ പരീക്ഷ ഷുവറായിട്ട് വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.